ഗുഡ് മോർണിംഗ് എവരിവൺ, വെൽക്കം ബാക്ക് ടു MTM ക്യാമ്പസ് എഡ്യൂക്കേഷണൽ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് ലെവലിന്റെ കാൽക്കുലേഷൻ ആണ്. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ ഫോർ ദി ലാസ്റ്റ് ഇയർ കാൽക്കുലേറ്റ് സ്റ്റോക്ക് ലെവൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കാൽക്കുലേറ്റ് സ്റ്റോക്ക് ലെവലാണ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കാം. മാക്സിമം യൂസേജ് ഇൻ എ മന്ത് എന്ന് പറയുന്നത് 300 നമ്പേഴ്സ് ആണ്. അതായത് മാക്സിമം കൺസംഷൻ എന്ന് പറയുന്നത് 300 നമ്പേഴ്സും മിനിമം കൺസംഷൻ എന്ന് പറയുന്നത് 200 നമ്പേഴ്സ്. അതായത് മിനിമം യൂസേജ് ഇൻ എ മന്ത് 200 നമ്പേഴ്സ്, ഏവറേജ് യൂസേജ് ഇൻ എ മന്ത് 225 നമ്പേഴ്സ്. ഏവറേജ് കൺസംഷൻ എന്നും പറയാം, യൂസേജ് എന്നും പറയാം. ടൈം ലാഗ് ഫോർ പ്രൊക്യൂർമെന്റ്, അതായത് റീഓർഡർ ലെവൽ. ടൈം ലാഗ് ഫോർ പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ റീഓർഡർ ലെവലാണ് ഓഫ് മെറ്റീരിയൽസ്. മാക്സിമം 6 months ആണ്. മിനിമം റീഓർഡർ ലെവൽ, റീഓർഡർ പീരീഡ് ആണ് കേട്ടോ. റീഓർഡർ പീരീഡ് എന്ന് പറയുന്നത് 2 months. റീഓർഡർ ക്വാണ്ടിറ്റി 750. ഇത്രയും തന്നിട്ട് നമ്മളോട് സ്റ്റോക്ക് ലെവൽ കണ്ടെത്താൻ പറയും. അപ്പോൾ നമ്മൾ എല്ലാ ഇക്വേഷൻസും, നമ്മൾ കുറേ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ കണ്ടെത്തണം. റീഓർഡർ ലെവല്, മിനിമം ലെവല്, മാക്സിമം ലെവല്, അതേപോലെ തന്നെ ആവറേജ് സ്റ്റോക്ക് ലെവൽ, ഇതൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ഇതിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ കണ്ടെത്താം എന്തൊക്കെയാണ് കണ്ടെത്തേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് കണ്ടെത്തേണ്ടത് എന്താന്ന് വെച്ചാൽ റീഓർഡർ ലെവലാണ്. നമുക്ക് എല്ലാറ്റിനും ആവശ്യമുള്ള ലെവലാണ് റീഓർഡർ ലെവൽ. അപ്പോൾ റീഓർഡർ ലെവൽ തന്നെ ആദ്യം കണ്ടെത്താം. റീഓർഡർ ലെവൽ ഈസ് ഈക്വൽ ടു മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരിയഡ് ആണ്. മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരിയഡ്. അതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, മാക്സിമം റീഓർഡർ പീരിയഡ്. അത് മാക്സിമം കൺസംഷൻ നോക്കുക, നമ്മൾക്ക് തന്നിട്ടുണ്ട് 300 നമ്പേഴ്സ് ആണ്. നമ്മളുടെ മാക്സിമം റീഓർഡർ പീരിയഡ് എന്ന് പറഞ്ഞാൽ 6 months ആണ്. ഇൻറ്റു 6, അപ്പൊ ഉത്തരം 1800 നമ്പേഴ്സ് ആണ്. ഓക്കെ, നമുക്കത് കിട്ടി, റീഓർഡർ ലെവൽ കിട്ടി. ഇനി നമുക്ക് നോക്കേണ്ടത് മാക്സിമം ലെവലാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. മാക്സിമം ലെവൽ കണ്ടെത്താൻ ഇവിടെ ശ്രദ്ധിക്കുക. മാക്സിമം ലെവൽ ഈസ് ഈക്വൽ ടു റീഓർഡർ ലെവൽ പ്ലസ് reorder quantity minus minimum consumption into minimum reorder period. Minimum consumption into minimum reorder period. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട് റീഓർഡർ ലെവൽ എത്രയാണ്. നമ്മൾ 1800 കണ്ടെത്തിയിട്ടുണ്ട്. 1800 പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 750 തന്നിട്ടുണ്ട്. 750 മൈനസ് മിനിമം കൺസംഷൻ എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മിനിമം കൺസംഷൻ എന്ന് പറയുന്നത് 200 നമ്പേഴ്സ് ആണ്. 200 പിന്നെ മാക്സിമം റീഓർഡർ പീരീഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മാക്സിമം റീഓർഡർ പീരീഡ് എത്രയാണ്? മിനിമം റീഓർഡർ പീരീഡ് ആണ്. മിനിമം റീഓർഡർ പീരീഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2 months ആണ്. ഇൻറ്റു 2. ഇതിൽ നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. 1800 പ്ലസ് 750 എത്ര കിട്ടും? 2550 മൈനസ് 400. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 2150 നമ്പേഴ്സ് ആണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, നമ്മളുടെ മാക്സിമം ലെവൽ എന്ന് പറയുന്നത്. അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് മിനിമം ലെവലാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. മിനിമം ലെവൽ കണ്ടെത്തുമ്പോൾ മിനിമം ലെവൽ ഈസ് ഈക്വൽ ടു എത്രയാണ്? മിനിമം ലെവൽ ഈസ് ഈക്വൽ ടു റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരിയഡ്.
നോർമൽ റീഓർഡർ പീരിയഡ്. നോർമൽ റീഓർഡർ പീരിയഡ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. റീഓർഡർ പീരിയഡ് നമുക്ക് തന്നിട്ടുണ്ടാവില്ല, അത് കണ്ടെത്തണം. നോർമൽ റീഓർഡർ പീരിയഡ് ഈസ് ഈക്വൽ ടു മാക്സിമം റീഓർഡർ പീരിയഡ് പ്ലസ് മിനിമം റീഓർഡർ പീരിയഡ് ഡിവൈഡഡ് ബൈ 2. മാക്സിമം റീഓർഡർ പീരിയഡ് പ്ലസ് മിനിമം റീഓർഡർ പീരിയഡ് ഡിവൈഡഡ് ബൈ 2. എത്രയാണ് മാക്സിമം റീഓർഡർ പീരിയഡ് നമുക്ക് തന്നിട്ടുണ്ട്? 6 months, മിനിമം 2 months. 6 plus 2 divided by 2 is equal to 8 by 2 is equal to 4 months ആണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് നോർമൽ റീഓർഡർ പീരിയഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിൽ നിന്ന് മിനിമം ലെവൽ കണ്ടെത്തണം. മിനിമം ലെവൽ ഇസ് ഈക്വൽ ടു എന്താണ്? റീഓർഡർ ലെവൽ എത്രയാണ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്? 1800 മൈനസ് നോർമൽ കൺസംഷൻ എത്രയാണ് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്? ആവറേജ് യൂസേജിന്റെ മന്ത് 225. അതാണ് നോർമൽ കൺസംഷൻ എന്ന് പറയുന്നത്. 225 ഇൻറ്റു നോർമൽ റീഓർഡർ പീരിയഡ് എത്രയാണ്? 4 months ഇൻറ്റു 4. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. 1800 മൈനസ് എത്രയാണ്? 225 ഇൻറ്റു 4 എത്രയാണ് നമുക്ക് കിട്ടുക? 900 കിട്ടും. 1800 മൈനസ് 900 ഈസ് ഈക്വൽ ടു 900 നമ്പേഴ്സ് തന്നെയാണ് അവിടെ വരിക. 900 നമ്പേഴ്സ് ആണ് നമുക്ക് കിട്ടുക. ഇനി ആവറേജ് സ്റ്റോക്ക് ലെവലാണ് കണ്ടെത്തേണ്ടത്. ആവറേജ് സ്റ്റോക്ക് ലെവൽ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. Average stock level is equal to minimum level plus half reorder quantity. Reorder quantity ആണ് നമ്മളുടെ ഹാഫ് റീഓർഡർ ക്വാണ്ടിറ്റി ആണ് നമ്മുടെ ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ മിനിമം ലെവൽ എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? മിനിമം ലെവൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എത്രയാണ്? 900 നമ്പേഴ്സ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ 900 പ്ലസ് ഹാഫ് ഇൻറ്റു റീഓർഡർ ക്വാണ്ടിറ്റി ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 750 ഇൻറ്റു 750 is equal to 900 പ്ലസ് ഹാഫ് ഇൻറ്റു 750 എന്ന് പറഞ്ഞാൽ 375 കിട്ടും ഇല്ലേ? 375. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാന്ന് വെച്ചാൽ 1275 ആണ് നമ്മളുടെ 1275 നമ്പേഴ്സ് ആണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മളുടെ പ്രോബ്ലം വരുന്നത്. നോക്കുക, ആദ്യം റീഓർഡർ ലെവൽ കണ്ടെത്തുന്നു. റീഓർഡർ ലെവൽ കണ്ടെത്തിയതിനു ശേഷം മിനിമം ലെവൽ കണ്ടെത്തുന്നു. മിനിമം ലെവൽ കണ്ടെത്തിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? മാക്സിമം ലെവൽ കണ്ടെത്തുന്നു. മാക്സിമം ലെവൽ കണ്ടെത്തിയതിനു ശേഷം മിനിമം ലെവൽ കണ്ടെത്തി. പിന്നെ നോർമൽ റീഓർഡർ പീരിയഡ്, അത് മിനിമം ലെവലിൽ നോർമൽ റീഓർഡർ പീരിയഡ് കണ്ടെത്തിയാൽ മാത്രമേ മിനിമം ലെവൽ കണ്ടെത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മിനിമം ലെവൽ അതിനുശേഷം കണ്ടെത്തുന്നു. പിന്നെ ആവറേജ് സ്റ്റോക്ക് ലെവൽ കണ്ടെത്തുന്നു. ഇത്രയാണ് നമ്മളുടെ